ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിരിച്വൽ അറ്റാക്കിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇത് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്പിരിച്വൽ റൂൾസ് അനുസരിച്ച് യുദ്ധം ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്പർ 1 ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പിരിച്വൽ അറ്റാക്കിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല. ദൈവപുത്രനായ ക്രിസ്തുവിനെ തന്നെ ആലോചിച്ച് നോക്കുക. 40 ദിവസം പ്രാർത്ഥനയും ഉപവാസവും കഴിഞ്ഞതിന് ശേഷം കർത്താവിനെ പോലും സാത്താൻ പരീക്ഷിക്കാനായിട്ട് നോക്കി. അങ്ങനെയാണെങ്കിൽ മനുഷ്യരായ നമ്മൾ എത്ര അധികമായിട്ട് ഈ ടെസ്റ്റിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ പലപ്പോഴും നമുക്ക് മിസ്സായി പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ബ്രേക്ക് ത്രൂ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ പ്രഷർ വർദ്ധിക്കും. നമ്മളുടെ വിജയം അരികെ നിൽക്കുമ്പോൾ ഈ സ്പിരിച്വൽ വാർഫെയർ ഭയങ്കര കഠിനമായിട്ട് തോന്നും. അതിന്റെ റീസൺ എന്താണെന്നറിയാമോ? ശത്രു നമ്മളെ തളർത്തുവാൻ നോക്കിയാണ്. അതുകൊണ്ട് ജീവിതം ഇപ്പോൾ ഹെവി ആണെന്ന് തോന്നിയാലും നിങ്ങൾ പിന്മാറി പോകരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ജയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇത് പറയാനായിട്ട് എളുപ്പമാണെങ്കിലും ഇതിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ സ്പിരിച്വൽ അറ്റാക്കിനെ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ എക്സാമ്പിളും നമുക്ക് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. കർത്താവിനെ ഡെവിൾ പരീക്ഷിച്ച സമയത്ത് കർത്താവ് ഇമോഷണൽ ആയില്ല, കർത്താവ് ഷൗട്ട് ചെയ്തില്ല. പിന്നെ കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് ദൈവവചനം എന്നുള്ള വാളെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഈ സ്പിരിച്വൽ വാർഫെയറിൽ ഉപയോഗിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു വെപ്പണാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഈ ബൈബിൾ എന്ന് പറയുന്നത് ഭക്തിയോടെ വായിച്ചിട്ട് മടക്കി വെക്കാനുള്ള ഒരു പുസ്തകമല്ല. അതിലെ വചനം എന്ന് പറയുന്നത് വാളാണ്. അതുകൊണ്ട് ഈ സ്പിരിച്വൽ വാർഫെയർ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ഇമോഷണൽ ആകരുത്, മടുത്തു പോകരുത്. പകരം ദൈവവചനം എന്നുള്ള വാൾ ഉപയോഗിച്ചിട്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. അങ്ങനൊരു വിശ്വാസിയെ സാത്താന് ഭയമാണ്. അങ്ങനെ ഒരാളായി തീരുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.